ഹലോ ഗുഡ് മോർണിംഗ്. ഇത് ഡേ 2ൻ്റെ വീഡിയോസാണ് വയനാട്ടിലെ. എണീച്ചിട്ടേ ഉള്ളൂ കേട്ടോ. ഇപ്പം ഒരു 8 മണി അങ്ങനെ ആയിട്ടേ ഉള്ളൂ. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഇനി ഇന്നത്തെ പ്ലാൻ എന്താണെന്നൊന്നും അറിയത്തില്ല. നമുക്ക് പോകെ പോലെ കാണാം. എണീച്ചമ്പാട് ഞാൻ വന്ന് നോക്കിയത് ഈ ഒരു വ്യൂവിൻ്റെ അടുത്തേക്കാണ്. അന്നേരം കണ്ടത് ഈ കുഞ്ഞിക്കിളീനെ. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം പോകാം. നെതൂട്ടാ ഹായ് പറ. ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് നൂൽപുട്ട്, പിട്ട്, ബാജിക്കറി, പൂരി, കടലക്കറി, പഴം പുഴുങ്ങിയതും മുട്ട പുഴുങ്ങിയതും ഒക്കെ ഉണ്ടായിരുന്നു. ഞാനെടുത്തത് നൂൽപുട്ടും കടലക്കറിയും മുട്ടയായിരുന്നു. നല്ല ഉണ്ടായിരുന്നു. ചായയൊക്കെ കുടിച്ച് ഇനി നമുക്ക് ഡ്രസ്സ് മാറണം അല്ലേ? നമ്മൾ പോവല്ലേ അല്ലേ? എവിടേക്കെങ്കിലും പോവാ. ദിസ് ഇസ് ഡേ 2. ഞങ്ങൾ പുറപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഉണ്ടല്ലോ രണ്ടും കൂടെ ഒരു വീഡിയോ ഒക്കെ ആക്കാമെന്നായാലും വിചാരിച്ചു. പക്ഷേ എനിക്ക് തോന്നുന്നത് 2 വീഡിയോയും എന്തായാലും നല്ല ലെങ്തി ആയിരിക്കും. സോ നമുക്ക് 2 പാർട്ടായിട്ടിടാം. റിവ്യൂ കണ്ടിട്ട് മതിയാവുന്നില്ലെന്ന് അറിയില്ല. നല്ല രസമുണ്ട്. ഫോട്ടോ ഒക്കെ ഉണ്ട്. അങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റി നമ്മൾ കുറേ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാനും ജിനീജിയും സെയിം കളറായിരുന്നു കേട്ടോ ഡ്രസ്സ്. നമുക്ക് ഇവിടുന്ന് 11 മണിക്കായിരുന്നു ചെക്കൗട്ട് ചെയ്യേണ്ടത്. അതുവരെ നമ്മൾ ഫോട്ടോസൊക്കെ എടുത്ത് ഈ ഒരു ഏരിയയിൽ തന്നെയായിരുന്നു അധികവും. നമ്മൾ ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ ഇനി പോവുകയാണ് നെക്സ്റ്റ് സ്റ്റോപ്പ്. ഉണ്ടല്ലോ ഇപ്പം മീൻമുട്ടി വാട്ടർഫോൾസിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഓക്കെ, നമ്മളിവിടെ പാർക്ക് ചെയ്തു. നമുക്ക് അങ്ങോട്ട് പോവാം. വാട്ടർഫോൾസിൻ്റെ അടുത്തേക്ക് പോകാൻ 2 വഴി ഉണ്ടായിരുന്നു കേട്ടോ. ഒന്ന് മേലക്കൂടെ, ഒന്ന് താഴെക്കൂടെയും. ഞങ്ങൾ ആദ്യം മേലക്കൂടെയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ താഴെക്കൂടെയും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മേലോട്ട് കയറുന്ന നേരം എല്ലാവരും ഇങ്ങനെ അങ്ങനെ എത്തുന്നില്ലായിരുന്നു. കുറേ ഇങ്ങനെ ഓടിച്ചാടിയൊക്കെ നടന്ന് പിന്നെ ഇങ്ങനെ ടയേർഡായി പോകുന്നുണ്ടായിരുന്നു ഇടയ്ക്ക്. മങ്കി ഹായ്. ഞങ്ങളുണ്ടല്ലോ 2 വേ ഉണ്ട് ആക്ച്വലി. ഒന്ന് മേലോട്ട് കയറി വരുന്നതും ഒന്ന് താഴെക്കൂടെ പോകുന്നതുമായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മേലക്കൂടെ തന്നെയായിരുന്നു വന്നത്. ഈ വ്യൂ ആണ് നൈസ് അവിടെ നിന്ന് പറഞ്ഞു. സോ ഞങ്ങൾ ഇങ്ങോട്ട് വന്നതായിരുന്നേ. ഇവ എന്നായിരുന്നു. ഇതിലൂടെ നടന്ന് ഇപ്പം നല്ല ടയേർഡായിട്ടുണ്ട്. പക്ഷെ നല്ല രസമുണ്ട് കണ്ടോ. എല്ലാവരും ഇങ്ങനെ ബാക്കിലും മുമ്പിലൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇടയ്ക്കിന്നിങ്ങനെ നമ്മൾ കുരങ്ങിനൊക്കെ കാണുന്നുണ്ട്. നല്ല രസമുണ്ട്. ഞാനുണ്ടല്ലോ കുറേ ഓടിയിട്ട് പെട്ടെന്നൊന്ന് നിന്നിട്ട് വീഡിയോ എടുക്കും, എന്നിട്ട് നടക്കും. അന്നേരം അങ്ങനെ ആവുന്നതാണ് കേട്ടോ സൗണ്ട്. അത്യാവശ്യം നല്ലോണം നടക്കാനുണ്ടായിരുന്നു. ഫൈനലി മേലെ എത്തി. ഇതൊക്കെ ഒന്ന് കാണുന്ന നേരം ഈ നടന്നൊന്നും ഒരു പ്രശ്നമില്ല. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അയ്യേ വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ടും ഒക്കെ ആയിട്ട് നല്ല ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ എവിടെയാണുള്ളത്? വാട്ടർഫോളിൻ്റെ അടുത്തുണ്ട്. വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് പോയി നിന്നിട്ട് ഹെയറൊക്കെ വെറ്റാവുന്ന അതാണ് കേട്ടോ പറഞ്ഞത്. അങ്ങനെ അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്ത് നമ്മൾ തിരിച്ച് നടന്നിട്ടുണ്ട്. കുറേ നേരം അവിടെ തന്നെയായിരുന്നു. എന്താ പറയുന്നത് നിന്തൂട്ടെ? പാട്ട് പാടുക. കൊച്ചു കുഞ്ഞിൻ്റെ ഒരു പാട്ട് പാടുക. ഏറ്റവും സ്മോൾ ബേബി. പിന്നെ ഞാനും കുറേ ഊഞ്ഞാലിങ്ങനെ ആടിയിരുന്നു. ഇതും അവിടെ അടുത്ത് തന്നെ മേലോട്ട് കയറുന്നേരം കണ്ട ഒരു സ്ഥലമാണ് കേട്ടോ. അന്നേരം അവിടെ ഒന്ന് കയറിയതേ ഉള്ളൂ. ഭയങ്കര നല്ല രസമുണ്ടായിരുന്നു. ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ നടക്കുമായിരുന്നു. പിന്നെ താഴോട്ട് ഇറങ്ങുന്നേരം മെല്ലെ അങ്ങനെ ഇറങ്ങുമായിരുന്നു കേട്ടോ. നല്ല കുത്തനെയുള്ള ഇറക്കമായിരുന്നു. പിന്നെ താഴെ എത്തി വീണ്ടും ഒരു കടയിൽ നിന്ന് നുറുക്കും കുറച്ച് മിഠായിയും അങ്ങനത്തെ ഓരോന്നൊക്കെ കഴിച്ചു. ചക്കയൊക്കെ ആയിട്ടാണ് തോന്നുന്നത്. നമ്മൾ താഴത്തെ സൈഡിൽ കൂടെ വീണ്ടും ഈ വാട്ടർഫോൾസിൻ്റെ അടുത്തേക്ക് തന്നെ വന്നു. താഴത്തെ സൈഡിൽ കൂടെ വന്നേരമുള്ള വ്യൂ ഇതൊക്കെയായിരുന്നു കേട്ടോ. നല്ല ഉണ്ടായിരുന്നു. നമ്മൾ കുറച്ച് നേരം ഇവിടെ ഇരുന്നിട്ട് വീണ്ടും പോകണം. അങ്ങനെ അവിടെ നിന്ന് തിരിച്ചു വരുന്നേരം ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ നടക്കുന്നേരമൊക്കെ ഇങ്ങനെ കഴിക്കാൻ ഓരോന്നൊക്കെ വാങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിച്ച് ഇങ്ങനെ ഇറങ്ങിയാണ് ഗൈസ്. ഇനി നമുക്ക് ഫുഡ് കഴിക്കാൻ പോകാം. നേരെ അടുത്ത ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ട്.
അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. മന്തിയായിരുന്നു കഴിച്ചത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. അങ്ങനെ നല്ലോണം ഫുഡൊക്കെ കഴിച്ച് അവിടുന്ന് ഇറങ്ങി അടിപൊളി ഫുഡ് കഴിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ അവിടുത്തെ സ്പെഷ്യൽ സാധനങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു ഷോപ്പ് കയറിയിട്ടുണ്ടായിരുന്നു. ചായപ്പൊടി വേണോ? ചോക്ലേറ്റ് വേണോ? കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനത്തെ അവർ തന്നെ ഉണ്ടാക്കുന്ന ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അല്ലാണ്ട് ഇപ്പം സോവനീഴ്സ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു. ഈ ഫ്രിഡ്ജ് മാഗ്നറ്റും അങ്ങനത്തെ കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഉള്ളത് ചങ്ങല മനുഷ്യനെ കാണാൻ പോവാണ്. അതിൻ്റെ മുന്നിൽ എത്തിയിട്ടുണ്ട്. പറ്റി നമുക്ക് സംസാരിക്കാനായിട്ട് വിവേട്ടനോട് ചോദിക്കാം. വിവേട്ടാ ഇതിനെപ്പറ്റി പറ. ഇതാണ് വയനാട് ജില്ലയിലെ ലക്കിടി എന്ന സ്ഥലത്തുള്ള ചങ്ങലയിട്ട മരം. ഇതെന്താ ഇവിടെ എന്താ സംഭവം? എന്താ ഇതെന്ന് പറയുന്നത് നമ്മളെ ബ്രിട്ടീഷുകാർ ഉണ്ടായിരുന്ന കാലത്ത് ബ്രിട്ടീഷുകാർ വയനാട്ടിലേക്കുള്ള വഴി ഉണ്ടാക്കുന്ന സമയത്ത് കരിന്തണ്ടൻ എന്ന ആദിവാസി ചെറുപ്പക്കാരനായിരുന്നു ഇതിനു വേണ്ടിയിട്ടുള്ള ഈ വഴി കാണിച്ചു കൊടുത്തിട്ടുള്ളത് വയനാട്ടിലേക്കുള്ള. അപ്പോൾ ആ അദ്ദേഹത്തിന്റെ പ്രതിമയാണ് ഇവിടെ കാണുന്നത്. അതെന്ന് വെച്ചാൽ ഇവിടെ വഴി എത്തിയതിന് ശേഷം ആ ആദിവാസിനെ ബ്രിട്ടീഷുകാർ കൊല്ലുകയാണ് ചെയ്തത്. അതെന്ന് വെച്ചാൽ അങ്ങോട്ട് വഴി കണ്ടുപിടിച്ച ബ്രിട്ടീഷുകാരാണ് എന്നുള്ളത് ഭാവിയിൽ ഓർക്കൊരു ക്രെഡിറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഈ കണ്ടുപിടിച്ച ആളാ അല്ലെങ്കിൽ മുന്നിൽ നയിച്ച ആളാ അവർ കൊലപ്പെടുത്തി കളഞ്ഞു. അതിനുശേഷം ഈ ഒരു സ്ഥലത്ത് ഈ കരിന്തണ്ടൻ എന്ന് പറഞ്ഞ ആദിവാസിയുടെ ഒരു ആത്മാവ് ഉണ്ടാകുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ കുറെ അപകടങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഇവിടെ ഇങ്ങനെ ചങ്ങലയിൽ തളച്ചു എന്നാണ് പറയപ്പെടുന്നത്. അതാണ് ഈ കാണുന്ന മരത്തിലുള്ള ചങ്ങല. വിഭേട്ടൻ കുറച്ച് കാലം വയനാട്ടിൽ തന്നെയായിരുന്നു. സോ വയനാട്ടിലെ ഓരോ കഥയും വിഭേട്ടൻ തന്നെയാണ്. നമ്മൾ വയനാട്ടിൽ നിന്നിട്ട് കോഴിക്കോടേക്ക് നോക്കുകയാണ്. എന്തൊക്കെയല്ലേ അങ്ങനെ ഈ ചുരത്തമ്മിൽ കുറച്ച് നേരം നിർത്തിയിട്ടുണ്ടായിരുന്നു. കുറെ കുരങ്ങനൊക്കെ ഇങ്ങനെ നോക്കി നിന്നു. പിന്നെ ഫുള്ള് ഇവൻ്റെ കളി ഓരോന്നും ഇങ്ങനെ നോക്കിയിരിക്കലായിരുന്നു കേട്ടോ. ഇവനിങ്ങനെ കുറേ ഇങ്ങനെ കഥയൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ തിരിച്ചെത്താനായി ഈ ഒരു അടിപൊളി 2 ദിവസം കടന്നുപോയി. ഈ ട്രിപ്പിൽ ആക്ച്വലി 3 പേരും കൂടെ ജോയിൻ ചെയ്യാനുണ്ടായിരുന്നു. ഒരു ഇവിടെ നാട്ടിലില്ലായിരുന്നു. തിരിച്ചു വരുന്ന സമയം കുറേ നേരം അധികം പേര് ഉറക്കം തന്നെയായിരുന്നു. പിന്നെ ഓരോ കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെയായിരുന്നു. ലാസ്റ്റത്തോട്ട് എത്താൻ നേരം പോകുന്നേരം വെച്ച് ഏറ്റവും കൂടുതൽ മോസ്റ്റ് പ്ലേഡ് ആയിട്ടുള്ള സോങ് വീണ്ടും വെച്ചു ഒന്ന് അടിപൊളിയാക്കി. പിന്നെ നേരെ വീട്ടിലെത്തി. അങ്ങനെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ശരി, ഈ ഒരു വ്ളോഗ് ഇതോടെ കൂടെ അവസാനിക്കുകയാണ്. ബൈ ബൈ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം വീണ്ടും. ബൈ ബൈ.